മിടുക്കരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിഷു കൈനീട്ടമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. 8 വർഷക്കാലമായി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവന്യൂ വാക്ക്വേയിൽ പ്രഭാത സവാരി നടത്തുന്നവരുടെ കൂട്ടായ്മയായ കൊച്ചിൻ ഹാർബർ അവന്യൂ വാക്കേഴ്സ് ക്രൂ അംഗങ്ങളാണ് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി 4 സ്കൂൾ കുട്ടികൾക്കായി പുത്തൻ സൈക്കിളുകൾ വിതരണം ചെയ്തത്. വാക്ക്വേയിൽ സംഘടിപ്പിച്ച ചടങ്ങിന് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഐലൻഡ് ഡിവിഷൻ കൗൺസിലർ പത്മകുമാരി അധ്യക്ഷയായി. സൈക്കിൾ 4 കുട്ടികൾക്ക് നല്ല ആശയം. എന്തു തന്നെയായാലും പാവപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വാക്കേഴ്സ് ക്രൂവിന് മനസ്സ് തോന്നിയതിന് നന്ദി. ഇനിയും ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ വാക്കേഴ്സ് ക്രൂവിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. കൊച്ചിൻ ഹാർബർ അവന്യൂ വാക്കേഴ്സ് ക്രൂ എന്ന ഞങ്ങളുടെ സംഘടന കഴിഞ്ഞ 8 വർഷമായി ഈ വാക്ക്വേയിൽ നിരന്തരം 365 ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞങ്ങൾക്ക് മുടക്കമില്ല, ശനി ഞായറും ഒന്നും മുടക്കമില്ല. കാരണം ആ കെട്ടുറപ്പിന്റെ ആ ഒരു മാധുര്യം, അതിന്റെ ആ സ്വാധീനം ഒരു ദിവസം പോലും ഞങ്ങളെ ഈ പ്രഭാത നടത്തത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താറില്ല. ഞങ്ങൾ ഈ ഇവിടുത്തെ വെറും പ്രഭാത നടത്തക്കാർ മാത്രമല്ല, ഞങ്ങൾ നടത്തം തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ ഇതുപോലെയല്ല, വെറും ഗ്രാവലടിച്ചിട്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു. അതിനുശേഷമാണ് ഈ ഡെവലപ്മെന്റ് എല്ലാം വന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഈ വാക്ക്വേയുടെ എല്ലാ തരത്തിലുമുള്ള വികസനവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് അത് പൊതുജന ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ സക്രിയമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. പ്രശസ്ത പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി സൈക്കിളുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ കുമാർ, ഉദയകുമാർ, ലോറൻസ് PG, NG രമേഷ് കുമാർ, ജെയ്സൺ പീറ്റർ, നിംന നിഷാന്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി വണ്ണസ് കൾട്ട് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ യോഗയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ഡോക്ടർ ആശ, അർജുൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. റെഡ്ജൻ റിബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.